ഈ ഡെന്റൽ ഫ്ലോസിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അത് എത്രത്തോളം നല്ലതാണ്? ഫ്ലോസിംഗ് നിർബന്ധമാണ്. ബ്രഷിംഗ് പോലെ തന്നെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ടതാണ് ഡെന്റൽ ഫ്ലോസിംഗ്. പലപ്പോഴും നമ്മുടെ ഇടയിൽ പല്ലുകൾക്ക് വിടവ് വന്ന് പ്രശ്നങ്ങൾ മോണരോഗമൊക്കെ വരുമ്പോഴാണ് ഫ്ലോസിംഗ് ആയിട്ട് നമ്മൾ അതിനെക്കുറിച്ച് അറിയുന്നത് തന്നെ. പക്ഷെ ബ്രഷ് വാങ്ങിക്കുമ്പോൾ തന്നെ ഫ്ലോസിംഗ് എല്ലാവരും നിർബന്ധമായിട്ട്. പല്ലുകൾക്കിടയിൽ സ്വാഭാവിക വിടവുകളുണ്ട് നമ്മൾ അറിയാതെയാണെങ്കിലും. അപ്പൊ ആ വിടവുകളിലേക്ക് ഭക്ഷണം ഇറങ്ങിയിരിക്കുകയും അത് പിന്നീട് മോണരോഗമൊക്കെ വരുമ്പോൾ ദന്തക്ഷയത്തിനൊക്കെ കാരണമാവുകയും ചെയ്യുമ്പോഴാണ് പല്ലുകൾ വിള്ളൽ വരുമ്പോഴാണ് ഫ്ലോസിംഗ് ഉപയോഗിക്കുന്നത്. ഫ്ലോസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകത നൈലോൺ നൂലുകളാണ്, വാക്സ് പുരട്ടിയ നൈലോൺ നൂലുകളാണ്. മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ തന്നെ ബ്രഷ് വാങ്ങിക്കുന്ന എല്ലാ മാളുകളിലും മെഡിക്കൽ സ്റ്റോറുകൾ അവൈലബിൾ ആണ്. വലിയ 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 പൈസയുള്ള സാധനമല്ല. ഒരു ഫ്ലോസ് വാങ്ങിച്ചാൽ നമുക്കൊരു കുടുംബത്തിന് 2-3 മാസം 6 മാസത്തോളം ഉപയോഗിക്കാൻ പറ്റും എല്ലാവർക്കും. നടുവരം ചുറ്റിപ്പിടിക്കുക, ചൂണ്ടുവരൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഓരോ പല്ലുകളുടെയും വിടവുകളിൽ വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുക. അപ്പം നമുക്ക് ഭക്ഷണാവശിഷ്ടം നീക്കം ചെയ്യാൻ പറ്റും. മോണക്ക് പോറില്ലാതെ തന്നെ ഭക്ഷണാവശിഷ്ടങ്ങളെ നീക്കം ചെയ്യാൻ വേണ്ടി സാധിക്കും. അതൊരു മിനിറ്റ് കൊണ്ട് നമുക്ക് എല്ലാ പല്ലുകളും ക്ലോസ് ചെയ്യാൻ പറ്റും. ക്ലോസിങ്ങിന് ശേഷമായിരിക്കണം ബ്രഷിംഗ് ചെയ്യേണ്ടത്. ബ്രഷിങ്ങിന് ശേഷം മോണ നല്ലതുപോലെ ഒരു 2 മിനിറ്റ്സ് മോണയൊക്കെ ഒന്ന് മസാജ് ചെയ്യുക. മോണയുടെ ആരോഗ്യം പല്ലുകളുടെ ആരോഗ്യം. മോണയിലാണ് ഈ പല്ലുകൾ താങ്ങി നിർത്തുന്നത്. അപ്പം മോണയുടെ ബ്ലഡ് സപ്ലൈ ഒക്കെ കൂട്ടാൻ വേണ്ടി നമുക്കതൊക്കെ വീട്ടിൽ നിന്ന് ടിപ്സാണ്, വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്സാണ്. മോണയൊക്കെ ഒന്ന് മസാജ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇളം ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് വായൊന്ന് കഴുകുക. വായനാറ്റൊക്കെ നമുക്ക് ദന്തക്ഷയൊക്കെ ഈ ബാക്ടീരിയകളൊക്കെ ചെറുക്കാൻ വേണ്ടി മറ്റൊരു ഔഷധം പോലെ തന്നെ പ്രധാനമാണ്. ചെറു ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് വായ കഴുകുന്ന ശീലമാക്കൊക്കെ ദന്തപരിചരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് വീടുകളിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്.